ആർട്ട് ഓഫ് ഡ്രൈവിങ്ങിന്റെ ട്രെയിനിങ് പ്രോഗ്രാം ഇപ്പോൾ കൊല്ലത്ത് വെച്ച് നടക്കുന്നുണ്ട്. അപ്പം കൊല്ലത്ത് നിന്ന് ട്രെയിനിങ്ങിൽ പങ്കെടുത്ത ഡോക്ടർ ശില്പിയാണ് എൻ്റെ കൂടെ ഉള്ളത്. അപ്പോൾ എങ്ങനെയുണ്ടായിരുന്നു എക്സ്പീരിയൻസ് എന്ന് ഡോക്ടർ പറയും. അപ്പം എങ്ങനെയുണ്ടായിരുന്നു ഡോക്ടർ എക്സ്പീരിയൻസ്? വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഞാൻ രാവിലെ പോയ ഒരു അവസ്ഥയിലല്ല ഇപ്പോൾ. രാവിലെ ഭയങ്കര ടെൻഷൻ ഉണ്ടായിരുന്നു. ഞാൻ മുന്നേ കുറച്ചൊക്കെ ഓടിക്കുമായിരുന്നെങ്കിലും അതൊക്കെ ഒരു ടെൻഷന്റെ പുറത്തായിരുന്നു. പലയിടത്തുനിന്ന് രക്ഷപ്പെട്ടു പോകുന്ന ഒരു ഇതായിരുന്നു. ശരിക്കും അറിഞ്ഞുകൊണ്ടല്ല വണ്ടി ഓടിച്ചുകൊണ്ടിരുന്നത്. ഇപ്പം ലാസ്റ്റ് ഉച്ചയൊക്കെ കഴിഞ്ഞ് ഓടിച്ച് വന്നപ്പോഴത്തേക്ക് കൂളായി. അതാണ് മെയിൻ എന്റെ ഒരു ഡിഫറൻസ്. മുന്നേ ഇന്നലെ വരെ ഓടിച്ചതും ഇന്നും ഓടിച്ചതും തമ്മിലുള്ള വ്യത്യാസം എന്ന് വെച്ചാൽ എനിക്കിപ്പോ പേടിക്കാതെ ഒറ്റയ്ക്ക് വണ്ടി എടുത്തോണ്ട് പോവാം. നേരത്തെ ഞാൻ ഒറ്റയ്ക്ക് അങ്ങനെ എടുത്തിട്ടുള്ളത് രാവിലെ സിഗ്നലൊക്കെ വരുന്നതിന് മുന്നേ മാത്രമായിരുന്നു എടുത്തിട്ടുള്ളത്. തിരക്കില്ലാത്ത ടൈമില്. തിരക്കുള്ളപ്പോ എന്റെ കൂടെ ആരെങ്കിലും ഉണ്ടായിരുന്നു, അങ്ങനെ മാത്രമേ ഞാൻ എടുത്തിട്ടുള്ളൂ. എനിക്ക് ഒറ്റയ്ക്ക് എടുത്തോട്ട് പോകാനുള്ള ഒരു ധൈര്യം ഇല്ലായിരുന്നു. നല്ല ടെൻഷൻ ഉണ്ടായിരുന്നു. അപ്പൊ ഇപ്പം എനിക്ക് ആ ഒരു ടെൻഷൻ മാറി. ഒറ്റയ്ക്ക് എടുത്തോണ്ട് പോകാം എന്നുള്ളൊരു ധൈര്യം കിട്ടി, ഒരു കോൺഫിഡൻസ് കിട്ടി. അതാണ് മെയിൻ ആയിട്ടുള്ളൊരു ചേഞ്ച്. പിന്നെ എനിക്ക് അറിയാത്ത കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. പാർക്കിങ്, റിവേഴ്സ് എടുക്കുന്നത്, അങ്ങനെ കുറെ. പിന്നെ സിഗ്നലില് എടുക്കുമ്പം ഓഫായി പോവുക, അങ്ങനെ സിഗ്നൽ ഉള്ള ടൈമിലൊക്കെ കുറെ കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ അറിയാൻ പാടില്ലാത്ത കുറെ കാര്യങ്ങളുണ്ടായിരുന്നു. അതെല്ലാം ഇപ്പം ഓക്കെ ആയി. ഇപ്പം എവിടെ വേണമെങ്കിലും എടുത്തിട്ട് പോകാം എന്നുള്ളൊരു ധൈര്യം വന്നു. ഇനിയിപ്പൊ ഒന്ന് ഓഫായി പോയാൽ അല്ലെങ്കിൽ എന്തെങ്കിലും പറ്റിയാൽ എന്ത് ചെയ്യണം എന്നുള്ളൊരു അറിവ് കിട്ടി. ഇനി അത് പ്രാക്ടീസ് ചെയ്ത് റെഡിയാക്കണം. മൊത്തത്തില് വളരെ നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. ഇന്നത്തെ ഒരു ദിവസം എന്ന് പറയുന്നത് ഒരു വലിയ ചേഞ്ച് വന്നു. മൊത്തത്തിൽ ഒരു ചേഞ്ച് വന്നു ഡ്രൈവിങ്ങിന്റെ കാര്യത്തില്. ചേഞ്ച് വന്നിട്ടുണ്ട്. പിന്നെ ബുക്ക് ചെയ്തിട്ട് കുറെ നാളായില്ലേ? ബുക്ക് ചെയ്തിട്ട് കുറെ നാളായി. കാരണം ഞാന് ബുക്ക് ചെയ്തിട്ട് ഒരുപാട് വെയിറ്റ് ചെയ്ത്. അപ്പൊ എനിക്ക് 90 days പ്രീ ബുക്കിംഗ് എന്നാണല്ലോ പറയുന്നത്. അപ്പൊ എപ്പോ വരും എന്നുള്ള കാര്യം അറിയത്തില്ലായിരുന്നു. ഒരുപാട് അടുത്ത് ട്രെയിനിങ് ഒക്കെ വീഡിയോസ് കണ്ടോണ്ടിരുന്നു. അപ്പൊ ഞാൻ കരുതി സ്വന്തമായിട്ട് പഠിക്കാം എന്ന് കരുതിയിട്ട് സാറിന്റെ വീഡിയോസ് കണ്ട് സ്വന്തമായിട്ട് ഓടിച്ചു. ഇപ്പൊ സിഗ്നൽ ഇല്ലാതെ രാവിലത്തെ ടൈമില് വണ്ടി ഓടിച്ചത് ഒറ്റയ്ക്ക് ഞാൻ ഓടിച്ചിട്ടുണ്ട്. ഓടിച്ചതെന്ന് വെച്ച് കഴിഞ്ഞാൽ സാറിന്റെ വീഡിയോസ് കണ്ട് കുറേശ്ശെ ഓരോ ദിവസവും 1 kilometer എങ്കിലും കൂടുതൽ ഓരോ വീഡിയോസും കണ്ട് പ്രാക്ടീസ് ചെയ്ത് അങ്ങനെയാണ് പൊക്കോണ്ടിരുന്നത്. പിന്നെ ഇത് നേരിട്ടുള്ള ട്രെയിനിങ്ങിലൂടെയാണ് കംപ്ലീറ്റ് ആയത്. വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു, ചെറിയ കൺഫ്യൂഷൻസ് ഉണ്ടായിരുന്നു. വീഡിയോസ് നമ്മൾ കണ്ട് കുറെ കാര്യം, എന്നാലും നേരിട്ട് നമുക്ക് പറഞ്ഞു തരുമ്പോ അത് വേറൊരു ഫീലാണല്ലോ. അപ്പം മൊത്തത്തില് ഒരു നല്ല ഇതായിട്ട് കിട്ടി. മറ്റേതെന്ന് വെച്ചാൽ വീഡിയോസ് കാണുന്നുണ്ടായിരുന്നു. വീഡിയോസ് ഏകദേശം ഞാനിപ്പോ ലൈസൻസ് എടുത്തിട്ട് 1 വർഷമായി. കഴിഞ്ഞ ജൂണിലാണ് ലൈസൻസ് എടുത്തത്. അതിനുശേഷം ഞാനൊരു സാറിനെ വെച്ച് പഠിക്കാൻ ശ്രമിച്ചിരുന്നെങ്കിൽ എനിക്കത് പറ്റിയില്ല. അങ്ങനെ നോക്കുമ്പോഴാണ് ഞാൻ യൂട്യൂബില് വീഡിയോസ് കണ്ടത്. അങ്ങനെ ആ വീഡിയോസ് ഞാൻ കുറെ നാള് വണ്ടി ഓടിക്കാതിരുന്ന്, ഒരു പേടി കാരണം വണ്ടി തൊടാതിരുന്ന്, വണ്ടി ഇപ്പൊ എടുക്കാൻ പറ്റുമോ എന്നുള്ളൊരു ചിന്തയിൽ ഇരുന്ന സമയത്താണ് വീഡിയോസ് കാണുന്നത്. അങ്ങനെ ഞാൻ ആദ്യം 2-3 ദിവസം വീഡിയോസ് കണ്ട് ജസ്റ്റ് ഒന്ന് അനക്കി പിന്നെ ഒന്ന് ഇച്ചിരി ദൂരം പോയി, 1 kilometer പോയി. അങ്ങനെ ആ വീഡിയോസിന്റെ ഒരു കോൺഫിഡൻസ് കൊണ്ടാണ് ഞാൻ എടുക്കത്തില്ല എന്ന് വിചാരിച്ചിരുന്ന ഞാൻ തനിയെ എടുക്കാൻ തുടങ്ങിയത്. പിന്നെ സാർ നേരിട്ട് വരും എന്നുള്ളൊരു കോൺഫിഡൻസിൽ അങ്ങനെ ഇരുന്ന് ഇടയ്ക്ക് കുറച്ച് നാൾ വണ്ടി എടുത്തില്ലെങ്കിലും ഇനിയിപ്പൊ നേരിട്ട് വരുമ്പോ ഓക്കെ ആവും എന്നുള്ളൊരു കോൺഫിഡൻസ് ഉണ്ടായിരുന്നു. അതെന്തായാലും 100% ശരിയായി. ഇപ്പൊ വൈകുന്നേരം ആയപ്പോഴത്തേക്ക് വളരെ റിലാക്സ്ഡ് ഫീലിംഗ് ആണ് ഇപ്പോൾ ഉള്ളത്. പിന്നെ നമ്മള് പ്രാക്ടിക്കൽ ട്രെയിനിങ് മാത്രമല്ല, ആദ്യത്തെ ആ ഒരു തിയററ്റിക്കലായിട്ടുള്ളൊരു ക്ലാസ് അത് വേറെ എവിടെയും കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. ഇപ്പൊ ഒരു ഡ്രൈവിംഗ് സ്കൂളിലാണ് പോയി കഴിഞ്ഞാലും അല്ലെങ്കിൽ വേറൊരാളുടെ അടുത്ത് നിന്നാണെങ്കിലും നമുക്ക് അത്രയും ഒരു തിയററ്റിക്കലായിട്ടുള്ള കാര്യങ്ങൾ കിട്ടുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം കുറെ കാര്യങ്ങൾ മനസ്സിലായി വണ്ടിയെ പറ്റിയും. നമ്മൾ ഡ്രൈവിങ്ങില് തിയററ്റിക്കലായിട്ടും പഠിക്കാനുണ്ട് എന്നുള്ള കാര്യങ്ങൾ, പല കാര്യങ്ങളും ഇന്നാണ് മനസ്സിലായത്. അറിവില്ലാതെ കുറെ വണ്ടി ഓടിച്ചു എന്ന് ഇന്ന് മനസ്സിലായി. അറിവില്ലായ്മ ഉണ്ടായിരുന്നെന്ന് മനസ്സിലായി. നമ്മൾ ചിന്തിച്ച പോലെ ഒന്നും അല്ല കാര്യങ്ങളെന്ന് മനസ്സിലായി. അങ്ങനെ ബോത്ത് തിയറിറ്റിക്കൽ ആൻഡ് പ്രാക്ടിക്കൽ ആയിട്ടുള്ളൊരു ട്രെയിനിങ് ആണ് ഇത്. വളരെ യൂസ്ഫുൾ ആണ്. ആർക്കെങ്കിലും വണ്ടി എടുക്കാൻ പറ്റാത്ത ലൈസൻസുമായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ, പേടിയായിട്ട് ഇരിപ്പുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഡ്രൈവിങ്ങിനെ കുറിച്ച് എന്തെങ്കിലും ഒരു ഡൗട്ട് ഉണ്ടെങ്കിൽ ധൈര്യമായിട്ട് സാറിനെ കോൺടാക്ട് ചെയ്യാം. ഏത് വിധത്തിലുള്ള സംശയവും എന്തും പറഞ്ഞു
പറഞ്ഞു തരും. പിന്നെ എനിക്ക് പേഴ്സണലി ഫീൽ ചെയ്തതെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് കുറച്ച് കാമായിട്ട് പറഞ്ഞുതരാൻ പറ്റുന്ന ഒരാളാണെങ്കിൽ ഭയങ്കര ഇതായിരിക്കും. കാരണം പെട്ടെന്ന് ബഹളം വെച്ച് അല്ലെങ്കിൽ പെട്ടെന്ന് പറയുമ്പോഴത്തേക്ക് ക്യാച്ച് ചെയ്യാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. പക്ഷെ സാർ ഭയങ്കര റിലാക്സ്ഡ് ആയിട്ട് കൂൾ ആയിട്ടാണ് എല്ലാം പറഞ്ഞു തന്നത്. ശരിക്കും പറഞ്ഞാൽ എന്താ, ഡ്രൈവിംഗ് പഠിപ്പിക്കുകയാണെന്നൊരു ഫീലിംഗ് ഒന്നും എനിക്ക് തോന്നിയില്ല. ഒരു ട്രിപ്പ് പോകണോ അല്ലെ, രാവിലത്തെ കുറച്ച് സമയത്ത് കുറച്ച് ഇൻസ്ട്രക്ഷൻസും കാര്യങ്ങളും പറഞ്ഞു തന്ന് പിന്നെ നമ്മളൊരു വൺ ഡേ ട്രിപ്പ് പോകണ പോലെ ആയിരുന്നു. അല്ല ഞാൻ ഡ്രൈവിംഗ് പഠിക്കുകയാണെന്നുള്ള ഒരു ഫീലൊന്നും എനിക്ക് തോന്നിയില്ല. പക്ഷെ അതിന്റെ ഇടയ്ക്ക് കൂടെ എല്ലാം പഠിക്കുകയും ചെയ്തു, കാര്യങ്ങളെല്ലാം കിട്ടി. അതാണ് കോൺഫിഡൻസിന്റെ കാര്യം പറയുമ്പോൾ വേറെ ഒന്നുകൂടി പറയണം. അതായത് ഞാൻ രാവിലെ റെയിൽവേ സ്റ്റേഷനിലേക്ക് വരുന്നത് പറയുമ്പോൾ ആദ്യമായിട്ട് ഒറ്റക്ക് വണ്ടി ഓടിച്ച് അവിടം വരെ വന്നു അല്ലേ, എന്തോ ഒരു ധൈര്യം. അത് എനിക്ക് മനസ്സിലായി. എന്താ വെച്ചാൽ വല്ലാത്തൊരു ധൈര്യം ആയിരുന്നു. വെച്ചാല് ഒരു കറക്റ്റ് കാൽക്കുലേഷൻ ഉണ്ടായിട്ടില്ല. പക്ഷെ അവിടം വരെ എടുത്തു വന്നു. ഞാനിപ്പോ ഇങ്ങനെ ആലോചിച്ചു, നല്ല ധൈര്യം ഉണ്ടായിരുന്നു, അല്ലെങ്കിൽ അങ്ങനെ എടുത്തു വരൂല. എന്ന് വെച്ചാൽ ആദ്യമായിട്ട് വന്നു. അത് ശരിക്കും പറഞ്ഞാൽ ചേട്ടനെ കൂട്ടിട്ട് വരാന്നാണ് വിചാരിച്ചത്. പക്ഷെ സാർ എത്തിന്ന് പറഞ്ഞപ്പോ വെയിറ്റ് ചെയ്യിപ്പിക്കണമല്ലോ വിചാരിച്ചങ്ങ് വന്നതാ വണ്ടി എടുത്ത്. ഇത് 2-3 എക്സ്പീരിയൻസ് ഉണ്ട് എനിക്ക് പല ജില്ലയിലും. ഇങ്ങനെ പിന്നെ എടുത്തിട്ട് വന്നവരുണ്ട്. എന്തോ ഒരു ധൈര്യത്തിന്റെ പുറത്ത് എടുത്ത് വരുവാണ്. ആ വീഡിയോ കണ്ട ധൈര്യമാണോ എന്താണെന്നറിയില്ല, അല്ലെങ്കിൽ ഞാൻ അവിടെ വെയിറ്റ് ചെയ്യുന്നുണ്ടെന്ന് വിചാരിച്ചിട്ടാണോ എന്താണെന്ന് അറിയില്ല. ധൈര്യമാണെന്ന് തോന്നുന്നു. എന്തോ എടുത്തു വന്നു. പിന്നെ ഡോക്ടറെ കേസിൽ പറയുകയാണെന്നുണ്ടെങ്കിൽ മീറ്റർ കൺസോളിലേക്ക് ശ്രദ്ധിച്ചുകൊണ്ട് ഡ്രൈവ് ചെയ്യുന്നത്. അത് സത്യം പറഞ്ഞാൽ ഞാൻ ഉച്ചയ്ക്ക് ശേഷം മീറ്റർ നോക്കുന്നുണ്ട് സാർ ചോദിച്ചപ്പോ, മീറ്ററിനൊരു സാധനം ഈ കാറിലുണ്ടെന്നുള്ള കാര്യം തന്നെ ഞാൻ മറന്നുപോയി. മറ്റേത് മീറ്റർ നോക്കിയാണ് ഞാൻ ഗിയർ ഷിഫ്റ്റ് ചെയ്യുന്നത് എല്ലാം ചെയ്തോണ്ടിരുന്നത്. പക്ഷെ അങ്ങനെ ഒരു കാര്യത്തെ പറ്റി ഞാൻ മറന്നേ പോയി. ഇന്ന് ആ തുടക്കത്തിൽ നോക്കിയെന്നല്ലാതെ പിന്നെ ഞാൻ നോക്കിയിട്ടേ ഇല്ല. പിന്നെ ചോദിക്കുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത് തന്നെ അങ്ങനെ ഒരു സംഭവം ഉണ്ടല്ലോ എന്ന് തന്നെ. അതൊരു ചേഞ്ച് ആണ്. പിന്നെ സീറ്റ് അഡ്ജസ്റ്റ്മെന്റ്, സീറ്റ് ഫസ്റ്റ് തന്നെ സീറ്റ് എനിക്ക് അഡ്ജസ്റ്റ് ചെയ്ത് തന്നപ്പോ തന്നെ ഒരു നല്ല കംഫർട്ട് ഫീലിംഗ് ആയിരുന്നു. ഫുൾ സെറ്റ് ആയ ഡ്രൈവിംഗ് സീറ്റില് നമ്മള് ഒരു നല്ല കംഫർട്ട് ഫീലിംഗ് കിട്ടി. അത് ഒരു വലിയൊരു കാര്യമാണ്. കാരണം ഇത്രയും നാളും ഞാൻ അങ്ങനെ ഒരു കാര്യത്തെ പറ്റി കേട്ടിട്ടുമില്ല. സാറിന്റെ വീഡിയോയിൽ കേട്ടെന്നല്ലാതെ അതെങ്ങനെ ചെയ്യണമെന്നും അറിയത്തില്ലായിരുന്നു. വേറെ ആരും പറഞ്ഞു തന്നിട്ടില്ല. അപ്പൊ തന്നെ ഏതാണ്ട് പകുതി നമ്മൾ ഓക്കെ ആയി. ഇത്ര ദൂരം വണ്ടി ഓടിച്ചെങ്കിലും എനിക്കൊരു ക്ഷീണോ അല്ലെങ്കിൽ ഒന്നും തോന്നുന്നില്ല. ഇപ്പൊ ഡോക്ടർ രാവിലെ തൊട്ട് വൈകിട്ടാവോളം ഓടിച്ചിട്ടും പിന്നെ അധികം സ്ട്രെയിനോ കാര്യങ്ങളോ ഒന്നുമില്ല. അതിന്റെ റീസൺ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ കറക്റ്റായ സെറ്റിങ്സ് ആണ്. അപ്പം അത് ചെയ്തിട്ട് മാത്രമേ എല്ലാവരും ഡ്രൈവ് ചെയ്യാൻ വേണ്ടിയിട്ട് പാടുള്ളൂ. ഇപ്പം പല ആളുകൾക്കും ആ ഒരു കാര്യം കറക്റ്റായിട്ട് അറിയില്ല എന്നതാണ് എനിക്ക് മനസ്സിലായത്. ഇപ്പം ചില ആളുകൾ ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും, വർഷങ്ങളായിട്ട് ഡ്രൈവ് ചെയ്യുന്നുണ്ടാവും, പക്ഷെ അവർ സീറ്റ് സെറ്റ് ചെയ്തിരിക്കുന്നത് കറക്റ്റ് ഉണ്ടാവില്ല. അപ്പോൾ അതൊക്കെ സെറ്റ് ചെയ്ത് ഓടിക്കാൻ വേണ്ടിയിട്ട് അറിഞ്ഞിരിക്കണം. ഇനിയിപ്പോ ഹാപ്പി അല്ലേ ഡോക്ടർ? ഇനി പ്രാക്ടീസ് ചെയ്യണം. തനിയെ എടുത്തോണ്ട് പോകാനുള്ള കോൺഫിഡൻസ് ആയി. അതുകൊണ്ട് ഇനിയിപ്പം തനിയെ പ്രാക്ടീസ് ചെയ്യാം. തനിയെ ചെയ്തോളും. ഹോസ്പിറ്റലിലേക്കെല്ലാം പോകുമ്പോൾ വണ്ടി എടുത്ത് പോലെ കാസർഗോഡേക്ക് വരുന്നു പറഞ്ഞിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ക്ലാസ്സിന് ബുക്ക് ചെയ്യാം കേട്ടോ. അതിനെ കോൺടാക്ട് ചെയ്യേണ്ട വാട്സപ്പ് നമ്പർ 9400600735. ഇതേപോലെ ഫീഡ്ബാക്സ് തരുന്ന ആളുകളുണ്ട് കൊല്ലത്തും തിരുവനന്തപുരത്തൊക്കെ. അപ്പോൾ ചില ആളുകളൊന്നും ഫീഡ്ബാക്ക് തരാൻ വില്ലിങ് അല്ല. ഞാൻ പല വീഡിയോസിലും പറയാറുണ്ട്. ഇതുകൊണ്ടൊരു ഉപകാരം ആവുന്നെങ്കിൽ ആവട്ടെ എന്ന് വിചാരിച്ചു. പലരും എനിക്ക് തന്നെ പേഴ്സണലി അറിയാം, ലൈസൻസ് ഉണ്ടായിട്ട് ഓടിക്കാത്തവര്. അപ്പൊ നമ്മൾ പറയുന്നോണ്ട് ആർക്കെങ്കിലും ഒരു ഉപകാരം ആയിക്കോട്ടെ എന്ന് വിചാരിച്ചിട്ടാണ് പറയുന്നത്. എന്റെ അനുഭവം ഞാൻ പറഞ്ഞതാണ്. അപ്പം കൂടുതൽ ഫീഡ്ബാക്സ് വീഡിയോസ് ഒക്കെ നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം കേട്ടോ. താങ്ക് യു ഫോർ വാച്ചിങ്. ബൈ.